പാകിസ്ഥാനിൽ ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തെ അഭിനന്ദിച്ച നടൻ മോഹൻലാലിന് നേരെ വീണ്ടും അധിക്ഷേപം ചൊരിഞ്ഞ് സംഘപരിവാർ അനുകൂലികൾ. എമ്പുരാൻ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് സംഘപരിവാർ മോഹൻലാലിന് നേരെ വീണ്ടും അധിക്ഷേപം ചൊരിയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇന്ത്യ ഇന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ പ്രവൃത്തിയെ പ്രശംസിക്കുമ്പോഴാണ് സൈബർ ലോകത്ത് സംഘപരിവാർ അനുകൂലികൾ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യ ഒന്നാകെ സൈന്യം നടത്തിയ നടപടിയെ പിന്തുണയ്ക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണം നടന്നതിനു പിന്നാലെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം സർക്കാരിനും സൈന്യത്തിനും പിന്തുണ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഒരു കൂട്ടർ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിന്റെ പേരിലുള്ള പോസ്റ്റർ പങ്കുവച്ചിരുന്നു. ഈ ചിത്രം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലെ കവർ ഫോട്ടോ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയാണ് സംഘപരിവാർ അനുകൂലികൾ അധിക്ഷേപകരമായ കമന്റുകൾ ഇടുന്നത്. സയ്യിദ് മസൂദ് എമ്പുരാനിൽ പ്രവർത്തിച്ചതായി കാണിച്ച ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത് എറിഞ്ഞ ഇന്ത്യൻ സേനയുടെ ചുണക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ഒരു കമന്റ്. ഈ പോസ്റ്റ് കണ്ട് കലി കയറിയ പൃഥ്വിരാജ് എമ്പുരാൻ 3യിൽ നിന്ന് ഏട്ടനെ ഒഴിവാക്കുന്നു. പകരം എബ്രഹാം ഖുറേഷി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായും പിൻഗാമിയായി സയ്യിദ് മസൂദ് വരുന്നതായും കാണിക്കുന്നു. മലയാള സിനിമയിലെ ഒരേയൊരു രാജാവ് ഇനി ഞാൻ മാത്രമാണെന്നും സിംബോളിക് ആയി സ്ഥാപിക്കുന്നു എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ തലതെറിച്ചവൻ അടുത്ത കഥയുമായി വരും. സയ്യിദ് മസൂദിന്റെ അനിയൻ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ മരിച്ചു. അതിന് പ്രതികാരം ചെയ്യണം അണ്ണ. ഖുറേഷി എന്നും പറഞ്ഞ് പോവല്ലേ അണ്ണ എന്ന് വേറൊരാൾ പറയുന്നു. സുഡാപ്പി രാജപ്പന്റെ പടത്തിൽ ഇനി അഭിനയിക്കരുത്. സയ്യിദ് മസൂദിന്റെ താവളം തകർത്തെന്ന് കേൾക്കുന്നു. നിന്റെയും രായപ്പന്റെയും കലിമ ട്രെയിനിങ് സെന്ററിൽ ഞങ്ങൾ സിന്ദൂരം ഇട്ടു. പോസ്റ്റിട്ടാൽ മാത്രം പോരാ, പോയി യുദ്ധം ചെയ്യടോ ഉഡായിപ്പ് പട്ടാളക്കാരാ. ഭാരതത്തിന്റെ വീര പൗരുഷം തിരിച്ചടിച്ച ഇടങ്ങളിൽ മുഖ്യം ഭീകരവാദ പാകിസ്ഥാന്റെ മർമ്മ കേന്ദ്രങ്ങളായ മുരീദ്കെയും ബഹവൽപൂറും രണ്ടും പാക് അതിർത്തിക്കുള്ളിൽ പാക് അധീന ജമ്മു കാശ്മീരിൽ അല്ലെന്നർത്ഥം. മുരീദ്കെ ലഷ്കറിന്റെ അതായത് ഹഫീദ് സയ്യിദിന്റെ ആസ്ഥാനം. ബഹവൽപൂർ ആകട്ടെ ജെയ്ഷ് എ മുഹമ്മദ് എന്ന് വെച്ചാൽ മസൂദ് അഷറിന്റെ തലസ്ഥാനം. പാക് ഭരണകൂടം വമ്പൻ സുരക്ഷ കൊടുത്ത് കാത്തു സൂക്ഷിച്ച ഇടങ്ങൾ. അവിടെ കയറിയാണ് നമ്മൾ ലങ്കാദഹനം നടത്തിയിരിക്കുന്നത്. വെറുതെയാണോ ലെവന്മാർ പേടിച്ചു വിറച്ച് പിച്ചും പേയും പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്? സയ്യിദ് മസൂദിന്റെ തിരുമോന്തയിൽ കുത്തിവരഞ്ഞതിന് എമ്പുരാക്കൾക്ക് തിരുവുള്ളക്കേട് ഉണ്ടാകുമോ ആവോ? ഒന്നു പോടാ ശിഖണ്ഡിയെ. രാജ്യസ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പോയി പറയണം രാജ്യദ്രോഹ പണം പറ്റുന്ന മസൂദായി ജീവിക്കുന്ന രായപ്പനോട്. ഇന്ത്യയെ പറ്റി, ഇന്ത്യൻ സൈന്യത്തെ പറ്റി രാജ്യം കഴിഞ്ഞേ ഏതു സിനിമാക്കാരനും ഉള്ളൂ എന്ന്. ഈ പോസ്റ്റ് ഇട്ടാൽ ലാലപ്പനെ L3യിൽ നിന്ന് രായപ്പൻ മാറ്റി നിർത്തും. ഖുറേഷിയുടെ സ്വന്തം സയ്യിദിനെ പരിശീലിപ്പിച്ച കേന്ദ്രം ചുട്ടു ചാമ്പലാക്കിയിട്ടുണ്ട്. അവന്റെ കൂട്ടാളികളെയും കലിമ ചൊല്ലി കാലാപൂരിക്ക് അയച്ചിട്ടുണ്ട്. ഓപ്പറേഷനിൽ ചത്തുമലച്ചവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രായപ്പന്റെ കൂടെ സിനിമ ഇറക്കുമോ? സയ്യിദ് മസൂദ് ജയ്ഷ ഭീകരർ മസൂദ് അസർ ചത്തെന്നാണ് കേട്ടത്. അടുത്തത് സയ്യിദ് ഉടൻ തന്നെ എത്തിക്കാൻ കഴിയട്ടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക്. സയ്യിദ് മസൂദിനോട് കരയല്ലേ എന്ന് പറയണം. ഇത് ഇന്ത്യക്കകത്ത് നിന്നും സ്ലീപ്പർ സെല്ലുകളായി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന സയ്യിദ് മസൂദ്മാർക്കുമുള്ള താക്കീത്. ലൂസിഫർമാരല്ല, ദേശസ്നേഹികളുടെ നാടാണ് ഭാരതം എന്നൊക്കെയാണ് കമന്റുകളിൽ പറയുന്നത്. എമ്പുരാൻ എന്ന സിനിമയിൽ ഗുജറാത്ത് കലാപത്തിലെ ഭാഗങ്ങൾ ചിത്രീകരിച്ചതോടെയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ ഇത്തരം സംഘപരിവാർ ആക്രമണം രൂക്ഷമായത്. ഇതിനു പിന്നാലെ എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാൻ വരെ ആഹ്വാനമുണ്ടായിരുന്നു. RSS മുഖപത്രങ്ങളിൽ നിരന്തരം മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൽ എമ്പുരാൻ സൂപ്പർ ഹിറ്റായിരുന്നു. അതേസമയം സൈന്യത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥ നായകന്മാർക്ക് സല്യൂട്ട്. രാഷ്ട്രത്തിന് ആവശ്യം ഇന്ത്യൻ ആർമി ഉത്തരം നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചു. ജീവൻ രക്ഷിച്ചതിനും പ്രത്യാശ പുനഃസ്ഥാപിച്ചതിനും നന്ദി. നിങ്ങൾ രാഷ്ട്രത്തിന് അഭിമാനം നൽകുന്നു. ജയ് ഹിന്ദ് എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ
പേരിൽ കുറിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചത്. ഒരു വിദേശിയടക്കം 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊല ഏപ്രിൽ 22-നായിരുന്നു നടന്നത്. ഈ ആക്രമണം നടന്ന 15-ാം നാളാണ് ഇന്ത്യ പ്രതികാരം ചെയ്തത്. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് ഇന്ത്യ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വെക്കുകയും ചെയ്ത സ്ഥലങ്ങളാണിവ. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ 90-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. തീവ്രവാദിയായ മസൂദ് അസറിന്റെ 14 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹവൽപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയോ സാധാരണക്കാരെയോ ഇന്ത്യ തൊട്ടിട്ടില്ല എന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇന്ത്യൻ ആക്രമണങ്ങളെ യുദ്ധപ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിന് തങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. എന്നാൽ ഇന്ത്യ ഈ വാദങ്ങളെ തള്ളിക്കളഞ്ഞു. ഇനിയും പ്രകോപനം തുടർന്നാൽ ഇന്ത്യ ഇനിയും തിരിച്ചടിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.